ജനാർദ്ദനക്കുറിപ്പാണ്. നമ്മൾ വാശിയോഗം പഞ്ചതത്വം എന്നുള്ള പുസ്തകത്തിലെ ഖേചരി മുദ്രനെ പറ്റിയാണ് പറയുന്നത്. നാവ് മുകളിലേക്ക് വളച്ച് വായിൽ മൂക്കിൽ നിന്നും വരുന്ന ദ്വാരത്തെ അടയ്ക്കുന്നതാണ് ഖേചരി മുദ്ര. ഇതിന് നാവ് നന്നായി നീളം വയ്ക്കണം. ഇതിന് മൂന്ന് ക്രിയകളുണ്ട്: ചോദനം, ചാലനം, ദോഹനം. മുറിക്കുക, നീട്ടുക, പാൽ കറക്കുക. ഇതിൽ മുറിക്കുക എന്നുള്ള വിഷയം ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. നീട്ടുക, പാൽ കറക്കുക എന്നുള്ളത് ഞാൻ പറയാം. നാവ് ചലിപ്പിക്കലും വലിക്കലും. തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ഒരു തുണി ചേർത്ത് പിടിച്ച് നാവിനെ 4 വശത്തേക്ക് ആട്ടി ചുറ്റിച്ച് നീട്ടി വലിക്കണം. ഇതിന് വെണ്ണയോ നെയ്യോ നാവിലിട്ട് 2 കൈ കൊണ്ട് നാവിനെ നീട്ടി പശുവിൻ്റെ മുല കറന്നെടുക്കുന്നത് പോലെ ചെയ്യണം. പതുക്കെ ചെയ്യണം. ഇങ്ങനെ ദിവസവും നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന നാവ് നീളം വയ്ക്കും. ഇത് മൂക്കിന് മുകളിലേക്ക് നെറ്റിയിലെ പുരുകമധ്യത്തിൽ മുട്ടുവാൻ തക്ക നീളമുള്ളതാകും. ഖേചരി മുദ്ര ചെയ്യുന്നതിന് ഇത് വളരെ ഗുണകരമായി തീരും. നാവ് ബാക്കിയുള്ളിലെ ദ്വാരത്തിലൂടെ കടത്തി വയ്ക്കാൻ ഇതുമൂലം കഴിയുന്നു. ഖേചരി അനുഭവം ഇതുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. നാഡികളുടെ തടസ്സമില്ലാതെയുള്ള ചില നാവുകൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് മുറുക്കില്ലാതെ തന്നെ നാവ് വലിച്ചു നീട്ടുന്നതിന് കഴിയും. വെറുതെ മുൻപ് പറഞ്ഞ വിധം വലിച്ചു നീട്ടിയാൽ മതി. മഹാമുദ്രയ്ക്ക് 2 വിധിയുണ്ട്. മൂലബന്ധം ചെയ്ത് ഇടതുകാൽ ഉപ്പിറ്റി ശിവനിൽ ചേർത്ത് വെച്ച് വലതുകാൽ നീട്ടിവെച്ച് കാൽവിരലുകൾ 2 കൈ കൊണ്ടും പിടിക്കുക. 4-5 തവണ ഈ വിധം പിടിക്കാൻ ശ്രമിക്കുക. ഇടതുമുക്കിൽ കൂടി ശ്വാസം സാവധാനം എടുത്ത് കുംഭം ചെയ്ത് ജാലന്തരബന്ധം ചെയ്യുക. പിന്നീട് ജാലന്തരബന്ധം അഴിച്ച് വലതു മൂക്കിൽ കൂടി ശ്വാസം സാവധാനം വിടുക. ഇടതുഭാഗത്തെ മുദ്ര കഴിഞ്ഞു. ഈ വിധം വലതുഭാഗത്തും ചെയ്യുക. ഇനി 2ാം മഹാമുദ്ര വിധി പറയാം. ഇടതുകാൽ ഉപ്പിറ്റ് ശിവനയിൽ ബലമായി ചേർത്ത് വെച്ച് വലതുകാൽ നീട്ടിവെക്കുക. ശ്വാസം എടുത്ത് വീണ്ടും നിറച്ച് കുംഭം ചെയ്ത് മൂലബന്ധവും ജാലന്തരബന്ധവും ചെയ്ത് വലതുകാലിൽ കൈകൾ കൊണ്ട് പിടിച്ച് കുനിഞ്ഞ് നെറ്റി മുട്ടിൽ തൊടിക്കുക. പറ്റുന്നത്ര സമയം കുംഭം ചെയ്യുക. വയറ്റിൽ നിറയ്ക്കുക. മണിപുര വീണ്ടും വീർപ്പിക്കുക. കുണ്ടലിനെ ഉണർന്ന് സുഷുമ്നയുടെ മുകളിലേക്ക് കയറുകയാണെന്ന് ഭാവന ചെയ്യണം. ശേഷം കുനിഞ്ഞ് വീണ്ടും നെറ്റിയും മുട്ടിൽ മുട്ടിക്കുക. സാവധാനം രേചനം ചെയ്ത് നിവരുക. ഈ വിധം വലതുകാൽ ശിവനിയിൽ ചേർത്ത് വെച്ചും ചെയ്യുക. പ്രാണായാമത്തിൻ്റെ സമയം സംഖ്യയും കൂട്ടി വരുത്തുക. ഫലം: മന്ദാഗ്നി, ആജീർണം തുടങ്ങിയ ഉദരരോഗങ്ങൾ മാറുന്നു. പ്രമേഹം ഇല്ലാതാവും. വിശപ്പ് വർദ്ധിക്കും. കുണ്ടലിനിയുടെ ഉയർച്ച ജാഗ്രതാവും. അശ്വിനി മുദ്ര സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് ഗുദഭാഗം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചും വിട്ടും കൊണ്ട് ചെയ്യുന്നത് അശ്വിനി മുദ്രയാണ്. പെൺകുതിരകൾ ഈ വിധം ചെയ്തുകൊണ്ടിരിക്കും. ഫലം: ഈ മുദ്ര കൊണ്ട് പ്രാണാപാനം ജാഗ്രതാവുന്നു. പ്രാണനെ ഉണർത്തുന്നു. കുണ്ടലിനി ശക്തി ജാഗ്രതാക്കുന്നു. അപാനവായുവിനെ ശുദ്ധി ചെയ്യുന്നു. ശുക്ലവാഹികളായ നാഡികളെ ബലവത്താക്കുന്നു. ശക്തിജാലിനി മുദ്ര സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് കൈകൾ അതാത് ഭാഗത്ത് പരത്തി വെച്ച് കൈപ്പത്തിയിൽ ബലം കൊടുത്ത് ചന്തിയിരിപ്പിടത്തിൽ നിന്ന് അല്പം പൊന്തിച്ച് പിന്നെ താഴിടുക. വേദനയില്ലാത്ത വിധം ഇങ്ങനെ 20-25 തവണ പൊന്തിച്ചിട്ടുകൊണ്ടിരിക്കുക. താരണക്രിയയാണ്. എന്നിട്ടും മൂലബന്ധം ചെയ്യുക. 2 മൂക്കും കൊണ്ടോ അല്ലെങ്കിൽ ഇടത് മൂക്ക് കൊണ്ടോ അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന മൂക്കൊണ്ടോ ശ്വാസം എടുത്ത് പ്രാണവായുവിനെ അപാനമായി ചേർത്ത് ജാലന്തരബന്ധം ചെയ്യുക. യഥാശക്തി കുംഭം ചെയ്യുക. ഈ സമയം മൂലബന്ധം വേഗത്തിൽ പിടിച്ചും വിട്ടും കൊണ്ടിരിക്കണം. പിന്നീട് ജാലന്തരബന്ധം അഴിച്ച് ശ്വാസം എടുത്തതല്ലാത്ത മറ്റേ മൂക്കിലൂടെ ശ്വാസം സാവധാനം വിടുക. 2 മൂക്കിലൂടെ എടുത്തിരുന്നാൽ 2 മൂക്കിലൂടെ വിടുക. എന്നിട്ട് ഒന്നും ചിന്തിക്കാതെയും വികാരരഹിതമായ ഏകാഗ്രതയുടെ ക്രമത്തിൽ ശരീരത്തിലെ മൂലാധാരത്തിൽ സുഷുമ്നയിലും സഹസ്രാരത്തിലും കുണ്ടലിനി ഉണരുന്നത് ശ്രദ്ധിച്ചിട്ടിരിക്കുക. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പരീക്ഷണാർത്ഥം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.